നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വളരെ ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം രണ്ടാം ഘട്ടത്തിൽ കേരളം മാത്രമാണ്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം തൃശൂർ തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരം തന്നെ തൃശൂരിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ തൃശൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം ബിജെപിക്ക് ഏറെ പ്രതീക്ഷകളുള്ള എ ക്ലാസ് ലിസ്റ്റിലുള്ള അവരുടെ ആദ്യത്തെ മണ്ഡലവും തൃശൂർ തന്നെയാണ്. കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-ലധികം തവണ സന്ദർശനം നടത്തിയ തൃശൂരിൽ എന്ത് മാജിക് സംഭവിക്കുമെന്നുള്ള വലിയ ആകാംക്ഷ കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്ക് ഒന്നടങ്കമുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വം നേരിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശൂർ എന്ന് പറയുന്നത്. ഇവിടെ എന്തായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷകരായ ഫക്രുദ്ദീൻ അലി പറഞ്ഞ ചില വിശദാംശങ്ങൾ അല്ലെങ്കിൽ ചില കണക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39% ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. ഇത്തവണ അത് നിലനിർത്തുകയോ അല്ലെങ്കിൽ ആ ശതമാനം 46-ലേക്ക് ഉയർത്താൻ സാധിക്കുകയോ ചെയ്താൽ തീർച്ചയായും സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്ന് തന്നെയാണ് ഈ നിരീക്ഷകർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ക്രൈസ്തവ വോട്ടുകൾ കൂടെ ചേർക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇത്തവണ അതിനുള്ള സാധ്യതകൾ അധികമാണ്. കാരണം 5 വർഷം മുൻപുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ സഭകളിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യം പതിയാണ് എങ്കിൽ പോലും അത് രൂപപ്പെട്ട് വരുന്നുണ്ട്. സഭാ മേലധ്യക്ഷന്മാർക്ക് മോദി നൽകിയ വിരുന്നും കേരള സ്റ്റോറിയും ഒക്കെ ഇതിൽ പെടുന്നത് തന്നെയാണ്. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് വിഹിതം 28.19% ഇതൊരു ചെറിയ വിഹിതമേ അല്ല. അതിനർത്ഥം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു എന്നാണ്. ഇക്കുറിയും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും എല്ലാവരുടെയും ആകാംക്ഷ തൃശ്ശൂരിൽ തന്നെയാണ് തങ്ങി നിൽക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. അതിനനുസരിച്ച് 3 മുന്നണികളുടെയും ചങ്കിടിപ്പും കൂടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.